വി രാജേഷ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്ററുടെ അതേ ഓഫീസ് അനക്സ് 5-ലെ ഗോവിന്ദൻ മാസ്റ്ററുടെ അതേ ഓഫീസിൽ തന്നെയാണ് എം പി രാജേഷ് ഇപ്പോൾ ചാർജ് എടുത്തിരിക്കുന്നത്. മന്ത്രി സ്റ്റാഫ് അംഗങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. അവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് എം പി രാജേഷ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഔദ്യോഗികമായി അതിൻ്റെ ചുമതലകൾ കടമകളിലേക്ക് കടക്കുകയാണ് മന്ത്രി എന്നാണ് മനസ്സിലാകുന്നത്. വകുപ്പ് സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് വകുപ്പുകളിൽ മാറ്റമുണ്ടാവില്ല എന്നും എക്സൈസും തദ്ദേശ സ്വയംഭരണ വകുപ്പും എം പി ഗോവിന്ദൻ മാസ്റ്റർ കൈകാര്യം ചെയ്തിരുന്ന എക്സൈസും തദ്ദേശ സ്വയംഭരണവും എം പി രാജേഷിന് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചില മാറ്റങ്ങളുടെ സൂചനകൾ അന്തരീക്ഷത്തിലുണ്ട്. എക്സൈസ് വകുപ്പ് ഇപ്പോൾ എം പി രാജേഷിന് ലഭിച്ചേക്കില്ല, അതിനു പകരം സാംസ്കാരികമായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. SS ശരൺ ചേരുന്നു. ശരൺ, എന്താണ് പുതിയ വിവരങ്ങൾ? സ്റ്റാഫ് അംഗങ്ങളിലടക്കം എന്തെങ്കിലും മാറ്റത്തിനുള്ള സാധ്യതകളുണ്ടോ? ഒപ്പം വകുപ്പിലെ മാറ്റവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടല്ലോ. വകുപ്പുകളിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകളിൽ അതിൽ വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് മന്ത്രിയായി ചുമതലയേറ്റ ശേഷം, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം എം പി രാജേഷ് ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നതാണ്. അതായത് അനക്സ് 1-ലെ എം പി ഗോവിന്ദന്റെ ഓഫീസായിരുന്ന അനക്സ് 1-ലെ ഓഫീസിലേക്ക്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എക്സൈസിന്റെയും ഓഫീസിലേക്കാണ് എം പി രാജേഷ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചുമതല ഏൽക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 11 മണിയോട് കൂടിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നിരുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തിരുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാക്കിയ ശേഷമാണ് എം പി രാജേഷ് ഇപ്പോൾ ഈ അനക്സ് 1-ലെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സ്റ്റാഫ് അംഗങ്ങളടക്കം എല്ലാവരും ഉണ്ട്. ഏതായാലും രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റു മന്ത്രിമാരുടെ അടക്കം വകുപ്പുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനകൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ എം പി രാജേഷ് അനക്സ് 1-ലെ ഈ ഓഫീസിലേക്ക് എത്തുകയും തുടർന്ന് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ സ്പീക്കർ ആയിരുന്നപ്പോൾ, അതായത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് എം പി രാജേഷ് വ്യക്തമാക്കിയിരുന്നത് സ്പീക്കർ എന്ന നിലയിൽ താൻ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിരുന്നു. ആ ഉത്തരവാദിത്വം മന്ത്രിയായിരിക്കുമ്പോഴും നിറവേറ്റുമെന്നുള്ള ഉറപ്പാണ് എം പി രാജേഷ് നേരത്തെ നൽകിയിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുകയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നതിന് ശേഷമാണ് ഇപ്പോൾ എം പി രാജേഷ് ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. എം പി രാജേഷ് മന്ത്രിയായി ഔദ്യോഗികമായി ചുമതലയേറ്റു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. വകുപ്പ് സംബന്ധിച്ച് അല്പസമയത്തിനകം മുഖ്യമന്ത്രി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് അല്പസമയത്തിനകം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കാം.